എല്ലാ കൂട്ടുകാർക്കും ട്യൂട്ടർ ലൈനിലേക്ക് സ്വാഗതം. സോ ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാ? മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അല്ലേ? സോ അതിൽ ഇനി ബാക്കി എന്തൊക്കെയാണ് പറയാനുള്ളത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിട്ടില്ല, nth സെക്കൻഡിലുള്ള മോഷന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടില്ല, റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞിട്ടില്ല. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വേറെ സെഷനിൽ ചെയ്യാം കേട്ടോ. ഗ്രാഫിന്റെ ആണെങ്കിൽ കൂടി കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഭാഗത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് വേറൊരു ക്ലാസ് തന്നെ നമുക്ക് അതിന് വേണ്ടി ചെയ്യാം. ഓക്കെ, ഓരോ ചാപ്റ്ററിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വേറെ ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ ഇന്ന് പറയാൻ പോകുന്നത്, ആദ്യം പറയുന്നത് ഏതാണ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ശ്രദ്ധിക്കൂ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ വാക്കിലേ ഉണ്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാർ നല്ല വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിന് മുമ്പിലേക്ക് ഒരു പൂച്ച കുറുകെ ചാടി മേടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഡ്രൈവർ കാല് ബ്രേക്കിലെ കംപ്ലീറ്റ് ആയിട്ട് അമർത്തി വെച്ചു. അങ്ങനെ അവിടെ റിട്ടാർഡേഷൻ സംഭവിക്കുക, സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാം. ഒരേ അളവിൽ സ്പീഡ് കുറയുന്നു. ബ്രേക്കിൽ കംപ്ലീറ്റ് ചവിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ വണ്ടി അപ്പം തന്നെ പോയി ബ്രേക്ക് ചെയ്ത് നിൽക്കില്ലല്ലോ. നിൽക്കുവോ? ഇല്ല. പിന്നെയോ കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ചിട്ട് നിൽക്കുള്ളൂ. സോ എത്ര ദൂരം കൂടി സഞ്ചരിക്കണം? സ്റ്റോപ്പ് ആവാൻ വേണ്ടി ആ കാർ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമ്മൾ കാണുന്നത് ഏത് ഇക്വേഷൻ തന്നെയാണ്? ഇക്വേഷൻസ് ഓഫ് മോഷനുകളിൽ തന്നെയാണ് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഏത് ഇക്വേഷൻ എന്നാണ് നോക്കാം. നമ്മൾ മൂന്നാമതൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ അല്ലേ? അപ്പൊ എന്താണ്? വി എന്താണ്? ഫൈനൽ വെലോസിറ്റി, യു ഇനീഷ്യൽ വെലോസിറ്റി, എ ആക്സിലറേഷൻ, എസ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, നമ്മുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് എസ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി ഈ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ അല്ല, ഇവിടെ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലെ? അത് സ്ലോ ആവുകയല്ലേ ചെയ്യുന്നത്. യൂണിഫോം റിട്ടാർഡേഷൻ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇനീഷ്യലി ഒരു കാർ ഒരു സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു 50 km/h സ്പീഡിൽ 50 km/h സ്പീഡിൽ കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി ഇസ് യു. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? യു ആണ്. മനസ്സിലായോ? പിന്നെയോ ഫൈനൽ വെലോസിറ്റി എന്താണ്? കാർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് അവസാനം പോയിട്ട് എന്താ ചെയ്യുക? അവിടെ പോയി നിൽക്കും, സ്റ്റോപ്പ് ചെയ്യും. ഫൈനൽ വെലോസിറ്റി 0 ആണ്. വി എന്തായിരിക്കും? 0 ആണ്. വി ഈക്വൽ 0 ആണ്. ക്ലിയർ അല്ലേ? സോ അത് ബാക്കിയുള്ള ഞാൻ പറഞ്ഞു, എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഇവിടെ പറയുകയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. എ എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷൻ ആണ് നമ്മൾ പറഞ്ഞു. ആക്സിലറേഷൻ അല്ല എടുക്കുന്നത്, റിട്ടാർഡേഷൻ ആണ്. കാരണം വേഗത കുറഞ്ഞു വരികയാണ് ചെയ്യണം. അങ്ങനെയല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ നോക്കൂ, ഈ വാല്യൂസ് ഒന്ന് ഇക്വേഷൻ കൊടുത്താൽ നമ്മൾ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയി. എസിനെ ഒരു ഭാഗത്തേക്ക് എടുത്താൽ നമ്മൾ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ എന്താണ്? വിയുടെ വാല്യൂ 0 ഈക്വൽ ടു യു തന്നെ, ഇനീഷ്യൽ വെലോസിറ്റി യു തന്നെ, യു സ്ക്വയർ പ്ലസ് 2as. ഇതിൽ നമുക്ക് എന്താ കാണേണ്ടത്? എസ് അല്ലേ കാണേണ്ടത്. സോ 2as ഒരു ഭാഗത്ത് നിർത്താം, ബാക്കിയുള്ളതിനെ പ്രതികൊണ്ട്. അപ്പൊ 2as ഒരു ഭാഗത്ത് നിർത്തി കഴിഞ്ഞാൽ എന്താ വരിക? 2as is equal to minus u square. യു സ്ക്വയറിനെ എങ്ങനെ എടുത്തു? അപ്പൊ മൈനസ് യു സ്ക്വയർ ആയി. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എസ് ആണ്. സോ എസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഒരു മൈനസ് വരുമ്പോൾ ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? കാരണം എ എന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ ആണല്ലോ. എ റിട്ടാർഡേഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത് നോക്കൂ. മൈനസ് കൊടുക്കണ്ടേ? നമ്മൾ മൈനസ് കൊടുക്കണം. സോ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ ആക്ച്വലി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2a ആണ്. യു സ്ക്വയർ ബൈ 2a ആണ്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വണ്ടി എന്ത് ചെയ്യാൻ, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സഞ്ചരിക്കേണ്ടുന്ന ദൂരം, അതിനാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 2 സ്റ്റെപ്പേ ഉള്ളൂ. ഇത് 1.5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. 1.5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം, 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രോബ്ലം സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? സോ അടുത്തത് എന്താണ്? nth സെക്കൻഡിലുള്ള മോഷൻ. എന്താണ് nth സെക്കൻഡിലുള്ള മോഷൻ? nth സെക്കൻഡിലുള്ള മോഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അപ്പൊ ആദ്യം എന്താണ് nth സെക്കൻഡിലുള്ള മോഷൻ എന്ന് മനസ്സിലാക്കാം. nth സെക്കൻഡിലുള്ള മോഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള
ഇക്വേഷനെ ഡിറൈവ് ചെയ്യാൻ പോകണം. ഒരു ഉദാഹരണം പറയാം. 4 സെക്കൻഡിൽ ഒരു എക്സാമ്പിൾ എടുത്തോളൂ. ഒരു കല്ല് ഞാൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യണം. സോ ഫ്രീലി ഫോളിംഗ് ബോഡി ആകും അല്ലെ, ഒരു കല്ല് താഴേക്ക് വീഴുകയാണ്, റൈറ്റ്? അപ്പോ 4 സെക്കൻഡിൽ ആ കല്ല് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ്? S ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന ഇക്വേഷനിൽ ടിക്ക് 4 എന്ന് കൊടുത്താൽ മതി. അപ്പൊ S കിട്ടും. അപ്പൊ എത്ര ദൂരം സഞ്ചരിച്ചു, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ക്ലിയർ ആണോ? ഇനി ആ കല്ല് 3 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാലും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ടിക്ക് എന്ത് കൊടുത്താൽ മതി? 3 എന്ന് കൊടുത്താൽ മതി. ഇനീഷ്യലി u 0 ആണല്ലോ. ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. എക്ക് പകരം നമ്മൾ g എന്നാ കൊടുക്കുക. കാരണം അവിടെയുള്ള ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ മേലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആണ്. 7 സെക്കൻഡിലുള്ള ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടിക്ക് 7 കൊടുക്കുക. 2 സെക്കൻഡിലുള്ള ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടിക്ക് 2 കൊടുക്കുക. ഇപ്പൊ 2 സെക്കൻഡ് കൊണ്ട് ടോട്ടലായി സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. 5 സെക്കൻഡ് കൊണ്ട് ടോട്ടലായി സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഏതാണ്? ഇങ്ങനെ ചെയ്താൽ മതി. ടിക്ക് 5 കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ ചോദ്യം അതല്ല. ചോദ്യം എങ്ങനെയാണ്? 3ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? 3 സെക്കൻഡ് കൊണ്ട് ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നല്ല ചോദ്യം. ചോദ്യം എന്താണ്? 3ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. വെറും 3ാമത്തെ അല്ല കേട്ടോ, nth സെക്കൻഡ്. അത് എത്രയാവും? 5ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? 7ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? 2ാമത്തെ സെക്കൻഡിൽ, ആ ഒരു സെക്കൻഡിൽ മാത്രം ആണ് nth സെക്കൻഡിലുള്ള മോഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? നോക്കൂ, ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യണം, ഇവിടെ വന്ന് വീഴാണ്. ഒരു എക്സാമ്പിൾ ഞാൻ വരയ്ക്കുന്ന ചിത്രമൊന്നും വലിയ ഭംഗിയുണ്ടാവില്ല, കാര്യം മനസ്സിലായിക്കോളാം കേട്ടോ. അപ്പൊ എന്താണ്? 1ാമത്തെ സെക്കൻഡിൽ ഇവിടെ 1 സെക്കൻഡ് കൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ചു അല്ലെ? 2 സെക്കൻഡ് കൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ചു. 3 സെക്കൻഡ് കൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ചു. ദെൻ 4 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തി. 4. അപ്പൊ എന്റെ ചോദ്യം 3ാമത്തെ സെക്കൻഡിൽ നിന്നാണ്. 1ാമത്തെ സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. 2ാമത്തെ സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരമാണ്. 3ാമത്തെ സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ്. ഈ ദൂരമാണ് എനിക്ക് കിട്ടേണ്ടത്. ആക്ച്വലി 3ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ദൂരമല്ലേ കിട്ടേണ്ടത്. അപ്പൊ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താവും ഞാൻ ചെയ്യേണ്ടി വരിക? 3ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടോട്ടൽ 3 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ 3 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? S ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയറിൽ അല്ലെ? ടിക്ക് പകരം 3 കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ അതേപോലെ 2 സെക്കൻഡിൽ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണാനും എളുപ്പമാണ്. 2 സെക്കൻഡിൽ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? S ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയറിൽ ടിക്ക് 2 എന്ന് കൊടുത്താൽ ടോട്ടൽ 2 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കിട്ടും. അറിയും കേട്ടോ. യുന് 0 കൊടുക്കണം, കാരണം ഇനീഷ്യലി ഡ്രോപ്പ് ചെയ്യാണ് ഞാൻ. ഈ കല്ലിന്റെ കേസാണെങ്കിൽ മനസ്സിലായോ? എക്ക് പകരം g എന്ന് കൊടുക്കണം. ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. 9.8 ആയിരിക്കും. അത് കൊടുക്കണം. അതൊക്കെ അതിലുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ 3ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണാനുള്ള എളുപ്പ വഴി ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഡെറിവേഷൻ ഇങ്ങനെ ചെയ്യാം. ടോട്ടൽ 3 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണും. 2 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണും. മൈനസ് ചെയ്യും. അപ്പൊ ഇത് മാത്രം കിട്ടും അല്ലെ? ടോട്ടൽ 3 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണും. ടോട്ടൽ 2 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണും. എന്നിട്ട് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? ആ 3ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് മാത്രം കിട്ടും കൃത്യമായിട്ട്. ഈസി അല്ലേ? സോ ഇത് നമുക്ക് ജനറലൈസ് ചെയ്യാം. എങ്ങനെ ജനറലൈസ് ചെയ്യാം? ഒന്ന് ശ്രദ്ധിക്കൂ. 3ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണമെങ്കിൽ നമ്മൾ ടോട്ടൽ 3 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടു. പിന്നെ 2 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചപ്പോ ഒന്ന് കുറവല്ലേ? സോ ഇതിന് ജനറലൈസ് ചെയ്യുമ്പോൾ എന്താ പറയാ? n സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണുക. n-1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണുക. മൈനസ് ചെയ്യുക. അപ്പൊ 5ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണം. 4 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണം. മൈനസ് ചെയ്യണം. റൈറ്റ്. 7ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണം. 6 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണം. മൈനസ് ചെയ്യണം. സോ ഇത് ജനറലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം?
n സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണം, n-1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണം, മൈനസ് ചെയ്യണം. ഇത് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ബാക്കിന്റെ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇതിൽ ശരി. സോ നോക്കൂ, ഞാൻ ജനറലൈസ് ചെയ്ത് എഴുതാൻ പോവാ. ഇത് ആദ്യം n സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണും. അപ്പൊ ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം, n എന്ന് കൊടുക്കണം അല്ലെ, n സെക്കൻഡിലല്ലേ. ഇപ്പൊ un പ്ലസ് ഹാഫ് an സ്ക്വയർ, ഇതാണ് n സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത്. അടുത്തത് എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, n-1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതാണ്. n-1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടിക്ക് പകരം n-1 കൊടുക്കണം. ടിക്ക് പകരം n-1 കൊടുക്കണം. ശ്രദ്ധിക്കുക, u ഇൻറ്റു n-1 പ്ലസ് ഹാഫ് a ഇൻറ്റു n-1ന്റെ സ്ക്വയർ. ശ്രദ്ധിക്കുക എല്ലാവരും, ടിയുടെ സ്ഥാനത്താണ് നമ്മൾ n-1 കൊടുത്തു, അത്രേ ഉള്ളൂ. ഇവിടെ ടിയുടെ സ്ഥാനത്ത് n കൊടുത്തു, ഇവിടെ ടിയുടെ സ്ഥാനത്ത് n-1 കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി കഴിഞ്ഞു, എന്ത് ചെയ്താൽ മതി, nth സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണമെങ്കിൽ എന്താ കാണേണ്ടത്, നമുക്ക് nth സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, Sn കൊടുക്കാൻ. Sn എന്നാൽ n സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു. ഇതിനെ നമുക്ക് എന്ത് വിടാം, Sn-1 കൊടുക്കാം, റൈറ്റ്. സോ Sn മൈനസ് Sn-1 ചെയ്താൽ മതി. Sn മൈനസ് Sn-1 ചെയ്താൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ അല്ലേ, കാര്യം മനസ്സിലായില്ലേ. n സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടു, n-1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടു. അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ nth സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, കാണിക്കാം. ശ്രദ്ധിച്ചോളൂ, Sn-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Sn-ന്റെ വാല്യൂ എന്താണ്, un പ്ലസ് ഹാഫ് an സ്ക്വയർ മൈനസ് ഒരു ബ്രാക്കറ്റ് കൊടുക്കുക, തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. Sn-1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, u ഇൻറ്റു n-1 പ്ലസ് ഹാഫ് a ഇൻറ്റു n-1ന്റെ സ്ക്വയർ. വേറെ ഒന്നും വേണ്ട കേട്ടോ, a-b ഹോൾ സ്ക്വയർ അറിയെങ്കിൽ സിംപ്ലിഫിക്കേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്തായാലും ചെയ്ത് കാണിക്കാം. നോക്കൂ, un പ്ലസ് ഹാഫ് an സ്ക്വയർ മൈനസ്, ഞാൻ അതിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്, u ഇൻറ്റു n, un മൈനസ് u, റൈറ്റ്, പ്ലസ് ഹാഫ് a ഇൻറ്റു n-1 ഹോൾ സ്ക്വയർ a-b ഹോൾ സ്ക്വയർ, a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ, റൈറ്റ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കോളൂ, എങ്ങനെ വരിക, n-1 ആണ്, n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ആ ബ്രാക്കറ്റുകൾ ഓരോന്നോരോന്നായിട്ട് മാറ്റാം. നോക്കിക്കോളൂ, തെറ്റാതിരിക്കാനാണ്. un പ്ലസ് ഹാഫ് an സ്ക്വയർ മൈനസ് un മൈനസ് u പ്ലസ്, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം ആദ്യം, ഹാഫ് an സ്ക്വയർ മൈനസ് 2 ഗെറ്റ് ക്യാൻസൽ, എന്ത് വരും, an, പിന്നെ എന്ത് വരും, പ്ലസ് 1 ഇൻറ്റു a/2 അല്ലെങ്കിൽ ഹാഫ് a, സോ പ്ലസ് a/2. ദാറ്റ്സ് ഓൾ. കറക്റ്റ് അല്ലേ, മനസ്സിലായല്ലോ. സിംപ്ലിഫിക്കേഷൻ ആണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, നോക്കാം നമുക്ക്. ഇനി ഈ ബ്രാക്കറ്റും കൂടി ഒഴിവാക്കാം. un പ്ലസ് ഹാഫ് an സ്ക്വയർ മൈനസ്, ഈ മൈനസ് എല്ലാത്തിനും ബാധകം കേട്ടോ, മൈനസ് un പ്ലസ് u മൈനസ് ഹാഫ് an സ്ക്വയർ മൈനസ് പ്ലസ് an, again മൈനസ് പ്ലസ് മൈനസ് a/2. കഴിഞ്ഞു. ഇനി നോക്കൂ, ഇതിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നത് ഏതൊക്കെയാണ് നോക്കൂ, ക്യാൻസൽ ചെയ്ത് പോകുന്നത് un മൈനസ് un ക്യാൻസൽ ചെയ്ത് പോയി, പ്ലസ് ഹാഫ് an സ്ക്വയർ മൈനസ് ഹാഫ് an സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ബാക്കിയുള്ളൊന്നും ക്യാൻസൽ ചെയ്ത് പോവില്ല. സോ ബാക്കിയുള്ള എന്ത് വരും, ഒരു പ്ലസ് u ഇവിടെ ഉണ്ട്, u എടുക്കാം. ബാക്കി എന്താ ഉള്ളത്, ഒരു പ്ലസ് an ഉണ്ട്, ഒരു മൈനസ് a/2 ഉണ്ട്. കഴിഞ്ഞു. ലാസ്റ്റ് ആണ് എന്താണ്, u പ്ലസ് a കോമൺ ആയിട്ട് ഇങ്ങോട്ട് എടുക്കാം, n-12. ഇതാണ് nth സെക്കൻഡിലുള്ള മോഷന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ഇതാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ, കാര്യം മനസ്സിലായില്ലേ. nth സെക്കൻഡിലുള്ള മോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, n സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടു, മൈനസ് n-1 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ്സ് ഓൾ. ക്ലിയർ. സോ അഗെയിൻ മൂന്നാമത്തെ സെക്കൻഡിൽ കാണാൻ പറഞ്ഞാൽ
3 സെക്കൻഡിൽ അത് കാണും, അതിന് 2 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ചെയ്യും. 7ാമത്തെ സെക്കൻഡിൽ കാണാൻ പറഞ്ഞാൽ 7 സെക്കൻഡിൽ അത് കാണും, അതിന് 7 - 1 6 സെക്കൻഡിൽ അത് മൈനസ് ചെയ്യും. സോ n സെക്കൻഡിൽ അത് കാണാം, n-1 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടിട്ട് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ nth സെക്കൻഡിലുള്ള മോഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടും. സോ ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് അതിൽ 3ാമത്തെ സെക്കൻഡിലുള്ള മോഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വെറും n3 എന്ന് കൊടുത്തിട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ ആയി. 7ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 7 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? n-ന് 7 കൊടുത്താൽ മതി. സിമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? സോ നമ്മൾ 2ാമത്തെ പാട്ടും കഴിഞ്ഞു. ഇതാണ് ഇതിൽ കുറച്ച് വലിയ ഡെറിവേഷൻ. ഇപ്പൊ പറഞ്ഞാലും ഇനി പറയാനുള്ളതിലും കുറച്ച് വലുത് ഇത്രയേ ഉള്ളൂ. 2.5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുമ്പോൾ ചോദിക്കാറ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഒരു പാർട്ടും കൂടി ബാക്കി. അപ്പോ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? ഒരു ചെറിയ ഭാഗം കൂടി പറയാൻ ബാക്കിയുള്ളൂ. അത് റിലേറ്റീവ് വെലോസിറ്റിയാണ്. എക്സാമ്പിൾ തുടങ്ങാം. ഒരു ബസ്സും ഒരു കാറും മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബസ് മൂവ് ചെയ്യുന്നത്, ഇത് ബസ്സാണ്, ബസ് മൂവ് ചെയ്യുന്നത് 50 km/h സ്പീഡിലാണ്. കാറ് കുറച്ചുകൂടി സ്പീഡ് കൂടുതലാണ് പോകണം. എത്രയാണ്? 60 km/h സ്പീഡിലാണ് പോകണം. അപ്പൊ ബസ്സിന്റെ സ്പീഡ് കാറിനെ അപേക്ഷിച്ച് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യുക? 50 ബസ്സിന്റെ സ്പീഡ് മൈനസ് കാറിന്റെ സ്പീഡ് എന്താണ്? 50 - 60 എന്ന് പറഞ്ഞാൽ -10 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ബസ്സിന് 10 km/h സ്പീഡ് കുറവാണ്. കറക്റ്റ് അല്ലേ? അടുത്തതോ കാറിന്റെ സ്പീഡ് എന്തിനപേക്ഷിച്ച്? ബസ്സിനെ അപേക്ഷിച്ച് എത്രയെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാ? 60. ആദ്യം കാറിന്റെ അല്ലേ? കാറിന്റെ സ്പീഡ് ബസ്സിനെ അപേക്ഷിച്ച്. അപ്പോ 60 - 50. സോ എന്ത് കിട്ടി? +10. 10 km/h സ്പീഡ് കൂടുതലാണ്. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന കൺസെപ്റ്റ്. എന്നാൽ എന്താണ്? വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. സോ ഒന്നാമത്തെ ബോഡിയുടെ വെലോസിറ്റി VA, A എന്ന് പറഞ്ഞ ബോഡിയുടെ വെലോസിറ്റി VA ആയിട്ട് എടുക്കാം. VA. ഓക്കെ, രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി VB ആയിട്ട് എടുക്കാം. VB ആയിട്ട് എടുക്കാം. സോ ഇത്രയേ ഉള്ളൂ കാര്യം. എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി മനസ്സിലായേ? ആപേക്ഷിക വേഗത അല്ലെ? ഓക്കെ, പ്രവേഗം, ആപേക്ഷിക പ്രവേഗം. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറഞ്ഞാൽ എന്താ വരിക? VA - VB. ഇത്രയേ ഉള്ളൂ. ഇനിയോ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A എന്ന് പറഞ്ഞാൽ എന്താ വരിക? VB - VA. ഏതാണ് ആദ്യം പറയുന്നത്? അതിന്റെ വെലോസിറ്റി രണ്ടാമത്തെ പറയുന്നത് വെലോസിറ്റി മൈനസ് ചെയ്യണം. അത്രേ ഉള്ളൂ. അത് പ്ലസ് ആണ് കിട്ടുന്നതെങ്കിൽ വേഗത കൂടുതലാണെന്ന് പറയാം, മൈനസ് ആണ് കിട്ടുന്നതെങ്കിൽ വേഗത കുറവാണെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ് റിലേറ്റീവ് വെലോസിറ്റി. സോ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ്? കാറും ബസ്സും സഞ്ചരിക്കുന്ന ഒരേ ദിശയിലാണ്. അപ്പോഴാണ് നമ്മുടെ VA - VBയും VB - VAയും വരിക. എന്നാൽ ഈ കാറും ബസ്സും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്താ ചെയ്യുക? അതിന്റെ റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും? അപ്പൊ അതിന്റെ റിലേറ്റീവ് വെലോസിറ്റി VA + VB ആയിരിക്കും. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ട്രെയിനിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വേറെ ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് കടന്നു പോകും. ആക്ച്വലി ഈ രണ്ട് ട്രെയിനുകളുടെയും വേഗത തമ്മിൽ കൂട്ടിയാൽ എന്താണോ വേഗത, ആ ഒരു എഫക്റ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും? VA + VB ആയിരിക്കും. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഏതിനനുസരിച്ചാണ്? വിത്ത് റെസ്പെക്ട് ടു A വിത്ത് റെസ്പെക്ട് ടു B ആണെങ്കിൽ VA - VB, B വിത്ത് റെസ്പെക്ട് ടു A ആണെങ്കിൽ VB - VA. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഒക്കെ പ്രോബ്ലംസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്ത ക്ലാസ്സുകൾ എന്തായിരിക്കും? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻസ് ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.